BrahMos not just a weapon but a message in itself. രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. ഇനി the power of the BrahMos missile was evident during Operation Sindoor. If anyone missed it, they could ask Pakistan about its impact. യോഗി ആദിത്യനാഥ്. നമ്മുടെ BrahMos മിസൈലിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറഞ്ഞതാണ് ഇവയെല്ലാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങളെ തകർക്കാൻ ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ ഏതാണെന്നതിൽ വലിയ വ്യക്തതകളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും BrahMos അതിൽ ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ. നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ സൂപ്പർസോണിക് മിസൈൽ കരുത്ത് BrahMos എന്താണെന്ന്. നോക്കാം BrahMos എന്ന ഇന്ത്യൻ വജ്രായുധത്തെക്കുറിച്ച്. ഈ BrahMos ആണ് ഇന്ത്യയുടെ ദീർഘദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ. അതായത് പൈലറ്റ് ഇല്ലാത്ത ഒരു ചെറു വിമാനം പോലെയാണ് BrahMosന്റെ പ്രവർത്തനം. മാത്രമല്ല നമുക്ക് ഈ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ അന്തർവാഹിനികളിൽ നിന്ന്, കപ്പലുകളിൽ നിന്ന്, യുദ്ധവിമാനങ്ങളിൽ നിന്ന്, ഏതിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈലാണിത്. ഇന്ത്യയുടെ ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയും റഷ്യൻ NPOയും ചേർന്നാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്ക്വ, ഈ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് BrahMos എന്ന ഈ പേര് ലഭിച്ചിരിക്കുന്നത്. BrahMos. ഇനി നമുക്ക് ഓരോരോ പ്രത്യേകതകളായി നോക്കുകയാണെങ്കിൽ BrahMosന്റെ ഇതിന്റെ വേഗത, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BrahMos എന്ന് പറഞ്ഞ ഒരു സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ്. അതായത് ശബ്ദത്തെക്കാൾ 3 മടങ്ങ് വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. മാക് 2.8, അതായത് സെക്കൻഡിൽ 900 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന BrahMosന് 400 മുതൽ 800 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി വരിക. ഇനി അതിൻ്റെ സ്ട്രൈക്ക് നോക്കുകയാണെങ്കിൽ അത്യന്തം കൃത്യതയോടെ ലക്ഷ്യങ്ങളെ കീഴടക്കാനുള്ള കഴിവ് ഈ BrahMosനുണ്ട്. ഹിറ്റ് ടു കിൽ എന്നാണ് BrahMosന്റെ ഒരു വിശേഷണം പോലും. ലോങ് റേഞ്ച് ആണ് ദീർഘപരിധി. അത് നോക്കുകയാണെങ്കിൽ 450 മുതൽ 800 കിലോമീറ്റർ വരെ എത്താൻ BrahMosന് കഴിയുന്നുണ്ട്. അതിൻ്റെ വാർഹെഡ് പരിശോധിക്കുക, അതായത് പോർമുന പരിശോധിക്കുകയാണെങ്കിൽ 200 മുതൽ 400 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള കഴിവ് ഈ BrahMos മിസൈലിനുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ BrahMosനെ വിക്ഷേപിക്കാൻ കഴിയും. അതായത് മൾട്ടി പ്ലാറ്റ്ഫോമാണ്. കര, കടൽ, ആകാശം, അന്തർവാഹിനി തുടങ്ങി ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ BrahMos മിസൈലിനെ വിക്ഷേപിക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ റഡാർ നോക്കുകയാണെങ്കിൽ ഇതിലെ റഡാറിൽ അതായത് മറയ്ക്കൽ ശേഷി, അത് ശത്രു റഡാറിൽ നിന്ന് മറഞ്ഞു പറക്കാനുള്ള കഴിവ് BrahMos മിസൈലിനുണ്ട്. ഒപ്പം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആക്രമണം തുടങ്ങാനും BrahMosന് സാധിക്കും. ഇനി അതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് താഴ്ന്ന നിലയിൽ പറക്കുന്നത് മൂലം തന്നെ ഈ ശത്രുക്കൾക്ക് പെട്ടെന്ന് കണ്ടെത്താനായി കഴിയില്ല. ക്വിക്ക് റിയാക്ഷൻ, അതായത് വേഗത്തിൽ പ്രതികരിക്കാനുള്ള കഴിവ് ഈ BrahMos മിസൈലിനുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആക്രമണം തുടങ്ങാനും BrahMosന് കഴിയും. ഇതൊക്കെയാണ് BrahMosനെ എടുത്തു പറയേണ്ട വലിയ വലിയ പ്രത്യേകതകൾ. ഇന്ത്യയുടെ മുൻനിര പോർ വിമാനമായ സുഖോയ് 30യിൽ ഘടിപ്പിക്കുന്ന ഏറ്റവും ഭാരമേറിയ മിസൈലാണ് BrahMos. 2017 നവംബറിലാണ് BrahMos ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത്. 2019 BrahMos കരയിൽ നിന്നും വിക്ഷേപിക്കുന്ന മികവും കപ്പലിൽ നിന്നും വിക്ഷേപിക്കാനുള്ള ശേഷിയും തെളിയിച്ചു. പകലും രാത്രിയും എല്ലാ കാലാവസ്ഥയിലും വിജയകരമായിരുന്നു BrahMosന്റെ പരീക്ഷണവും. ഈ 1500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള BrahMos ഘടിപ്പിച്ച സുഖോയ് 30 വിമാനങ്ങൾ അതിർത്തികളിലും നമ്മുടെ തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുമൊക്കെ ഒരു നിർണായക പ്രതിരോധമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി BrahMosന്റെ ഭാവി രൂപമായ BrahMos NG പ്രധാനമായും വ്യോമ നാവിക ആവശ്യങ്ങൾക്കായാണ് വരിക. ഉയർന്ന കാര്യക്ഷമതയുള്ള ഇവയ്ക്ക് വെള്ളത്തിനടിയിലെ പോരാട്ടത്തിനായി ടോർപിഡോ ട്യൂബിൽ നിന്നുള്ള വിക്ഷേപണ ശേഷിയും ഉണ്ടായിരിക്കും. ഇതാണ് BrahMosവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ, അല്ലെങ്കിൽ ഇതാണ് BrahMosന്റെ സവിശേഷതകൾ എടുത്തു പറയേണ്ടത്.